ഈ വർഷം വിൻസെൻഷൻ സഭയിൽ പട്ടം കിട്ടി ജൂൺ മാസത്തിൽ മിടുക്കനായി ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധ ബലി അർപ്പിച്ച ഗോവയിൽ നിന്നുള്ള ഒരു മിടുക്കൻ ഡ്യൂബൻ അസവഡോ എന്ന് പറയുന്ന ഒരു മിടുക്കൻ, മലയാളത്തിൽ അവൻ വന്ന് ഇവിടെ വന്ന് കുർബാനയെ ചൊല്ലിയത് ഓർമ്മയുണ്ടാവും ചിലർക്ക്. ഗോവയിൽ ജനിച്ച് വളർന്ന് ഡൽഹിയിൽ നമ്മുടെ ധ്യാന മന്ദിരത്തിൽ വർഷങ്ങളോളം ശുശ്രൂഷ ചെയ്ത് സെമിനാരിൽ ചേർന്നു. അങ്ങനെ കർത്താവിന് പ്രിയപ്പെട്ട മകനായി പഠിച്ചിങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഫിലോസഫി കാലത്ത് ക്യാൻസർ രോഗം അത്രമേൽ ഈ ചെറുക്കനെ, ഈ ബ്രദറിനെ ബാധിച്ചത്. തിരുവനന്തപുരത്ത് റീജിയൻ ക്യാൻസർ സെന്ററിൽ ചികിത്സയുമായിട്ട് മല്ലയുദ്ധം. ജീവിതത്തിൽ ഒരു വൈദികനാകണമെന്ന് ആഗ്രഹിച്ച് ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ, ദൈവമേ ഒരു വൈദികനാകാൻ അൾത്താരയിൽ കാസയും പീലാസയും ഉയർത്തണമെന്നുള്ള ചെറുപ്പം മുതലുള്ള സ്വപ്നവുമായിട്ട് നീങ്ങുമ്പോൾ ഈ ക്യാൻസർ രോഗം എൻ്റെ ജീവിതത്തെ അങ്ങ് വിരിഞ്ഞു മുറുക്കിയിനി ഞാൻ എന്ത് ചെയ്യും? സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ ദിനങ്ങൾ. എന്നാൽ അൾത്താരയ്ക്ക് മുമ്പിൽ ആ മിടുക്കനായിട്ടുള്ള ബ്രദർ മാത്രമല്ല, ആ ബ്രദറിന്റെ കുടുംബം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ അത്രമേൽ അടുത്ത് നിന്ന് കണ്ടതാ. കണ്ണുനീരോടുകൂടെ ഓരോ ബലിയും അർപ്പിക്കുമ്പോൾ ഈ ബ്രദറിന്റെ മാതാപിതാക്കൾ, ഞാൻ അന്ന് ഡൽഹി ധ്യാന കേന്ദ്രത്തിലാണ്, അൾത്താരയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് കരയും. രണ്ടുപേരും കരയും. അപ്പന്റെ അമ്മയുടെ സങ്കടം, ഞങ്ങൾ ഇത്രേ സ്നേഹിച്ച് വളർത്തിയിട്ട് തമ്പുരാനെ നിനക്ക് തന്നിട്ട് ഇങ്ങനെ ഒരു ക്യാൻസർ രോഗമാണോ? സങ്കടത്തിന്റെ അങ്ങേയറ്റം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ്, സാവധാനം സാവധാനം കർത്താവിന്റെ കരുണ, ദേ ആ മകൻ മിടുക്കനായി ഇന്ന് നല്ല ആരോഗ്യത്തോടുകൂടെ ഈ കഴിഞ്ഞ ജൂൺ മാസം പട്ടം സ്വീകരിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട പോട്ട അൾത്താരയിൽ വന്ന് മലയാളത്തിൽ കൊങ്കിണി ഭാഷയിൽ ജീവിതത്തിന്റെ മാതൃഭാഷയായിട്ട് സ്വീകരിച്ച് ഹിന്ദിയിലാണ് വിദ്യാഭ്യാസ കാലഘട്ടം, ഇംഗ്ലീഷും പഠിച്ചു. മലയാളം കർത്താവ് കൊടുത്തൊരു സമ്മാനം. ഇവിടെ വന്ന് സീറോ മലബാറിന്റെ മലയാളം കുർബാന പാട്ടും പാടി ആഘോഷമായിട്ട് അർപ്പിച്ച് ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ ശക്തമായിട്ട് നിൽക്കുന്നെങ്കിൽ, അത് പഠിപ്പിക്കുന്നെങ്കിൽ അർത്ഥം എന്നാണെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചങ്കിൽ അങ്ങോട്ട് എഴുതി വെച്ചോണം, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗം ഇതെന്റെ അവസാനമല്ല, കർത്താവ് എന്നിൽ ഇടപെടുന്നു. വിശ്വസിക്കുന്നവര് രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയേ എന്ന് വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.